വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഉന്നതതല യോഗം ചേർന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ KR വിദ്യയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മഴ തുടങ്ങിയ സാഹചര്യത്തിലാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ക്രാപ്പ് വ്യാപാരം നടക്കുന്ന ഓങ്ങല്ലൂർ കാരക്കാട് മേഖലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഡെങ്കിപ്പനി മരണങ്ങൾ വ്യാപകമായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പഞ്ചായത്തിൽ 50ഓളം മഞ്ഞപ്പിത്ത കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഇതുകൂടാതെ ഡെങ്കിപ്പനിയും എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പും ഭരണസമിതിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ രംഗത്ത് വന്നത്. സ്ക്രാപ്പ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചാണ് വ്യാഴാഴ്ച യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ബിനമോൾ അധ്യക്ഷയായിരുന്നു. സ്ക്രാപ്പ് മാലിന്യങ്ങളുടെ കൈകാര്യവും സംസ്കരണവും ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി. മറ്റ് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ പ്രശംസനീയാർഹമായിട്ടുള്ളൊരു പ്രവൃത്തിയാണത്. പക്ഷെ അത് കൂട്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അത് സംസ്കരിക്കുക. അപ്പോൾ നമ്മൾ ബേസിക്കലി നിങ്ങളെല്ലാവരും ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്മാൻഡിൽ ചെയ്ത് സെപ്പറേറ്റഡ് ആക്കിയിട്ട് ഓരോ കമ്പോണൻസ് ആക്കി സെപ്പറേറ്റഡ് ആക്കിയിട്ടാണ് അതായത് അത് മാലിന്യ സംസ്കരണം ചെയ്യുന്ന കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് നമ്മൾക്ക് എങ്ങനെ സംസ്കരിക്കാൻ പറ്റും. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന വസ്തുക്കൾ കൂട്ടിയിട്ട് അതിൽ കൊതുകുകൾ പെരുകുകയും പിന്നെ അല്ലാതെയുള്ള ഹെപ്പറ്റൈറ്റിസും മറ്റുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് തടയണം. സ്ക്രാപ്പുകൾ സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും വ്യാപാരികൾ കൈക്കൊള്ളേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വരുൺ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥൻ ദിനേശ് എന്നിവർ വിശദീകരിച്ചു. LSGD ജോയിന്റ് ഡയറക്ടർ ഉഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ, മറ്റു ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.